ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമ അശ്വതിയുള്ള ജയേഷിന്റെ ഒളിത്താവളത്തിൽ എത്തിയിരിക്കുന്നതാണ്. ജയേഷിന്റെ വണ്ടി വരുന്നത് കാണുന്നതും ശ്യാമ അവിടുന്ന് മറഞ്ഞു നിൽക്കുന്നു. തുടർന്ന് താക്കോൽ ഉപയോഗിച്ച് കതക് തുറന്ന് അകത്തേക്ക് കയറുകയാണ് ജയേഷ്. തുടർന്ന് ശ്യാമ വാതിലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ശ്യാമയ്ക്ക് അകത്തേക്ക് കയറാൻ ആകുന്നില്ല. ശ്യാമയ്ക്ക് തല ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ ശ്യാമ അവിടെ അവശയായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അഖിൽ വരുന്നു. ഇതിന്റെ അകത്ത് ജയേഷും അശ്വതി ചേച്ചിയും ഉണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് ശ്യാമയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം അശ്വതിയെ ബലമായി കീഴടക്കാൻ ശ്രമിക്കുകയായിരുന്നു ജയേഷ്. പെട്ടെന്ന് ചെല്ലുന്ന അഖില് ജയേഷിനെ ചവിട്ടി താഴെയിടുകയാണ്. അതിനുശേഷം ജയേഷിനെ അടിച്ചൊതുക്കുകയാണ് അഖിൽ. പെട്ടെന്ന് ശ്യാമ തലചുറ്റി വീഴുകയും അശ്വതി എങ്ങനെയൊക്കെയോ ശ്യാമയെ താങ്ങി പിടിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അഖിൽ ദേ ശ്യാമയ്ക്ക് വയ്യെന്ന് അശ്വതി പറയുമ്പോ പെട്ടെന്ന് അഖില് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ജയേഷ് അവരെ അവിടെയിട്ട് പൂട്ടി പുറത്തേക്ക് പോകുന്നു. ജയേഷിനോട് തുറക്കാനൊക്കെ അഖില് പറയുന്നുണ്ടെങ്കിലും നീയും അവളും അശ്വതിയും എല്ലാവരും ഇതിന്റെ അകത്ത് തന്നെ കിടന്ന് ചത്തോളം പറഞ്ഞ് ജയേഷ് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ജയേഷ് കതക് പൂട്ടി തിരിയുമ്പോഴാണ് ഒരു കോൺസ്റ്റബിള് അങ്ങോട്ടേക്ക് വരുന്നത്. സാറേ, ആകെ പ്രശ്നമായിരിക്കുക. IG സാറിനെയും തിരക്കി അങ്ങോട്ടേക്ക് വന്നു. സ്റ്റേഷനിലുണ്ട്. പിന്നെ സെല്ലിന്റെ അകത്തുണ്ടായിരുന്ന അരുണിനെ IG വെറുതെ വിട്ടു. പിന്നെ അനധികൃതമായി തടവിൽ വെച്ചിരിക്കുന്ന അശ്വതിയെ പുറത്തിറക്കണമെന്ന് IG അവിടെ നിൽപ്പുണ്ട്. പിന്നെ അരുണിന്റെ ഫോണിലേക്ക് വന്ന കോൾ ട്രേസ് ചെയ്ത് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയേഷ്. അതേസമയം തന്നെയാണ് അങ്ങോട്ടേക്ക് IGയും വസുന്ധരയും വർമ്മയും ശ്രീകുട്ടിയും എല്ലാവരും കൂടി വരുന്നത്. അവരെയൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയേഷ്. ജയേഷേ, അശ്വതി എവിടെയെന്ന് IG ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പരിഭ്രമത്തോടെ നിൽക്കുകയാണ് ജയേഷ്. തുടർന്ന് ജയേഷ് കതകിന്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കതക് തുറക്കാൻ IG പറയുന്നു. അങ്ങനെ അവരെല്ലാം കതക് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അശ്വതിയെയും അഖിലിനെയും ശ്യാമയുമാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും വർമ്മയും. തുടർന്ന് IG പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് തനിക്കൊരു സമ്മാനം തന്നില്ലെങ്കിൽ ശരിയാകില്ലല്ലോ. തന്റെ സസ്പെൻഷൻ ഓർഡറെ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്, പോയി വാങ്ങിച്ചു. തുടർന്ന് വസുന്ധരയും വർമ്മയും IGക്ക് നന്ദി പറയുകയാണ്. അങ്ങനെ IG അവിടുന്ന് പോയയുടൻ ശ്രീകുട്ടി ഓടിച്ചെന്ന് അശ്വതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മയെ കാണാതെ പോയപ്പോ ഞങ്ങള് ഒരുപാട് പേടിച്ചെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു. അതേസമയം അരുണും അങ്ങോട്ടേക്ക് വരുന്നു. അരുണിനെ കാണുന്ന അശ്വതി വിഷമം താങ്ങാനാകാതെ അരുണിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അശ്വതിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അരുൺ. അതേസമയം ഇതൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും വർമ്മയും. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയേഷ്. എന്നാൽ ശ്രീകുട്ടിക്ക് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാകുന്നു. ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലിരിക്കുകയാണ് അഖിലും ശ്യാമയും. അപ്പോഴാണ് അരുൺ അവിടെ നിൽക്കുന്ന വസുന്ധരയും വർമ്മയെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് അമ്മ അവിടെ നിൽപ്പുണ്ടെന്ന് അരുൺ പറയുമ്പോൾ അശ്വതി മാറി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അഖിലും വർമ്മയും വസുന്ധരയും ടെൻഷനോടെ നിൽക്കുകയാണ്. തുടർന്ന് വർമ്മ പറയുകയാണ്, ശ്യാമയ്ക്ക് ബോധം കിട്ടിട്ട് എത്രയോ സമയമായി. നമ്മൾ ഹോസ്പിറ്റലിലെത്താൻ എത്ര സമയം വൈകി. എനിക്ക് അതൊക്കെ ഓർത്തിട്ടാറ്റൻ. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാകും. കുറച്ചു കഴിയുമ്പോൾ നോർമലാകും. നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടുണ്ട്. ശ്യാമയുടെ ഹസ്ബൻഡ് ആണല്ലേ എന്ന് അഖിലിനോട് ചോദിക്കുമ്പോൾ അതെ എന്ന് അഖിൽ പറയുന്നു. എന്നാലേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്യാമ പ്രഗ്നന്റ് ആണ്. ഇത് കേൾക്കുന്ന വർമ്മയ്ക്കും അഖിലിനും വസുന്ധരയ്ക്കും സന്തോഷമാകുന്നു. പ്രഗ്നൻസിയുടെ ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിരുന്നു ഇത്. കൊടുത്തിരിക്കുന്ന ട്രിപ്പ് തീരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. തുടർന്ന് വസുന്ധരയും വർമ്മയും അഖിലിന് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അതേസമയം സന്തോഷത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. അഖില് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന അഖില് സന്തോഷത്തോടെ ശ്യാമയെ നോക്കി ചോദിക്കുകയാണ്, അപ്പോ ഞാനൊരു അച്ഛനാകാൻ പോവുകയാണല്ലേ? ഞാനൊരു അമ്മയുമെന്ന് ശ്യാമ സന്തോഷത്തോടെ പറയുന്നു. അതേസമയം വർമ്മയും വസുന്ധരയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വർമ്മ പറയുകയാണ്, അപ്പോ ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ലാളിക്കാൻ ഒരു പേരക്കുട്ടി വരാൻ പോകുന്നു. വസു, തനിക്കിപ്പോ സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പോ നാണത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. വസു, നമ്മുടെ അഖിയുടെ കുഞ്ഞ അവളുടെ വയറ്റിലുള്ളത്. നമ്മുടെ നമ്മുടെ സ്വന്തം പേരക്കുട്ടി. ഇത് കേൾക്കുന്ന വസുന്ധര ശ്യാമയ്ക്കരികിലേക്ക് ചെന്ന് ശ്യാമയുടെ കൈ പിടിക്കുകയാണ്. അതിനുശേഷം ശ്യാമയെ തലോടി വസുന്ധര സന്തോഷത്തോടെ ശ്യാമയെ നോക്കുന്നു. അപ്പോഴാണ് അന്ന് തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം വസുന്ധരയ്ക്ക് ഓർമ്മ വരുന്നത്. നീ എന്റെ മോനെ കൊല്ലുമല്ലേ എന്ന് വസുന്ധര ദേഷ്യത്തോടെ ശ്യാമയോട് ചോദിക്കുന്നു. കാണണ്ട, എനിക്കിവിടെ കാണണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വസുന്ധര പുറത്തേക്ക് പോകുമ്പോ ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. ശ്യാമേ, വിഷമിക്കല്ലേ. ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല. തനിക്ക് ഞാനുണ്ടെന്ന് അഖില് പറയുന്നു. എന്റെ ശ്യാമയ്ക്ക് അത് പോരെയെന്ന് അഖില് ചോദിക്കുമ്പോ അഖിലിന്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുകയാണ് ശ്യാമ.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.